പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്തിടെ ധാരാളം കമൻസ് വ്യൂസ് കുറയുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ധാരാളം പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിന് അപ്പോൾ തന്നെ അൽഗോരിതത്തിൽ അപ്ഡേറ്റ്സും ചേഞ്ചസും ഒക്കെ വരുമ്പോഴേക്കും സാധാരണ വ്യൂസൊക്കെ കുറയാറുണ്ട്. നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ നിറവേറാനുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ചാനൽ തുടങ്ങുന്നത്. വ്യൂസ് കുറയാനായിട്ടൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. സാധാരണ എല്ലാവരും പറയാറുള്ള കാര്യങ്ങളാണ്. വ്യൂസ് കൂടുന്നില്ല, റീച്ചൊക്കെ കിട്ടുന്നില്ല, ഒരുപാട് പേര് നല്ല കഷ്ടപ്പെട്ടിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ വ്യൂവേഴ്സ് വളരെ കുറവാണെന്നുള്ള വിഷമങ്ങളൊക്കെ ഒരുപാട് പേർക്കുണ്ട്. ഇതിനൊക്കെ നോക്കി നടക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ ചിറക് മുളച്ച് തുടങ്ങുമ്പോഴേക്കും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ധാരാളം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിൽ കൃത്യസമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല തമ്പനെയിൽ, ടൈറ്റിൽ, ഇതൊക്കെ നല്ല കണ്ടൻറ്റ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് പേർ ചെയ്യുന്ന കാര്യമാണിത്. ധാരാളം വീഡിയോസ് ഇടും, ചാനൽ മോണിറ്റൈസേഷൻ ആകേണ്ടതില്ല, അതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പരിശ്രമിക്കും. ഒരു ചിലരുണ്ട് ചാനൽ മോണിറ്റൈസ് ആയതിന് ശേഷം വീഡിയോസൊന്നും നേരെ ഇടില്ല. ചിലർക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും പെട്ടെന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ട് ധാരാളം ഏർണിങ്സ് കിട്ടുന്ന അങ്ങനെ രണ്ട് തരം ആളുകളുമുണ്ട്. പറയാറുണ്ട്, ഇപ്പോൾ വ്യൂസ് ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ പഴയ പോലെ ധാരാളം വീഡിയോസ് ഒന്നും ഇടാറില്ല എന്ന് പറയാറുണ്ട്. പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര വീഡിയോസ് ഇടണം? ഒരുപാട് ബിസിയാണ്, ഒട്ടും സമയം കിട്ടുന്നില്ല, തിരക്കുണ്ട്, വീട്ടിലെ കൊച്ചു കുട്ടികളുണ്ട്, എനിക്ക് നേരെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രധാനമായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നത് ഒരു വളരെ മുഖ്യ ഘടകമാണ്. ഒട്ടും സമയമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസ് എങ്കിലും ഇടണം. ചിലരൊക്കെ 15 ദിവസം, ഒരു മാസമൊക്കെ ഒരു വീഡിയോ പോലും ഇടാത്തവരുമുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ വീഡിയോസിനൊന്നും വ്യൂസ് വരാത്തത് കാരണം അവർക്ക് ഇപ്പോൾ താല്പര്യമില്ല വീഡിയോസ് ഇടാൻ എന്നാണ്. നിങ്ങൾ വീഡിയോസ് ഇടൂ, വീഡിയോസ് ഇട്ടാലല്ലേ ഇപ്പോൾ യൂട്യൂബ് വന്നിട്ട് എല്ലാവർക്കും ഇംപ്രഷൻസൊക്കെ അയച്ചിട്ട് ആളുകൾ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയാലല്ലേ നിങ്ങൾക്ക് വ്യൂസൊക്കെ കൂടുകയുള്ളൂ. ആരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം വന്നിട്ട് വെറുതെ ആരും നമ്മളുടെ കയ്യിൽ ഒന്നും കൊണ്ടു തരില്ല. ഇപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ ഇത്രയും പഠിക്കാൻ വയ്യ, ഇതൊക്കെ ഒരു ക്യാപ്സ്യൂളായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് എളുപ്പ വഴിയിൽ കിട്ടാനായിട്ട് വല്ല വഴികളും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ യൂട്യൂബും അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഒന്നുമില്ല നമ്മൾക്ക് വിജയിക്കാനായിട്ട്. നമ്മുടെ പരിശ്രമമാണ് നമ്മുടെ വിജയം. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടാലും ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാകും. കാരണം വളരെ കുറച്ച് വ്യൂസൊക്കെ വരുന്ന വലിയ യൂട്യൂബേഴ്സൊക്കെ ആദ്യകാലത്ത് അവർക്ക് കുറഞ്ഞ വ്യൂസ് ആയിരുന്നു വന്നിരുന്നത്. പിന്നെയാണ് ഇന്ന് കാണുന്നത് പോലെ ലക്ഷക്കണക്കിന് വ്യൂസൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ പറയുക, ഏത് ജോലിക്കാണ് സ്ട്രഗിൾ ഇല്ലാത്തത്? ഇപ്പോൾ ധാരാളം പേര് നിങ്ങളൊക്കെ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരും ഉണ്ടാകും. അതെന്താ അവിടെ നിങ്ങൾ പോയിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് മാസാമാസം ഇങ്ങനെ ശമ്പളം കിട്ടുന്ന ജോലികളാണോ? അല്ലല്ലോ, എല്ലാത്തിനും പരിശ്രമമുണ്ട് അല്ലേ? നമ്മൾ നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്താൽ ആദ്യമൊക്കെ വിജയം നമ്മുടെ കൈപ്പടിയിലേ എത്തില്ല. പിന്നെ പോകെ ഇത് തുടർന്നും കഠിന പരിശ്രമം ചെയ്യുന്ന അങ്ങനത്തെ ആളുകൾ ഞാൻ കുറേ പേര് നമ്മുടെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഈ ന്യൂ യൂട്യൂബേഴ്സ്, അവർക്കൊക്കെ പലർക്കും ഈ 5 വ്യൂസും 10 വ്യൂസും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നവരും അവർ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഡെയിലി അത് അവർ മടിക്കാതെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരുന്ന് അവർക്ക് വ്യൂസ് കൂടുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ പരിശ്രമം അവർക്ക് വിജയം കൊണ്ടു തരുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവാണല്ലേ അത്. അവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു വജ്രമൊക്കെ കിട്ടാനായിട്ട് കുഴിച്ച് താഴോട്ട് അതിനടുത്ത് എത്താറാവുമ്പോഴേക്കും അതിനകത്ത് അതൊന്നും ഇല്ല എന്ന് വിചാരിച്ച് അടുത്ത കുഴി നോക്കാനായിട്ട് തുടങ്ങും. അതായത് ആ ഒരു നിധി നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ പിടി വിട്ട് കളയും. അതുപോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ കാര്യത്തിൽ എല്ലാവരും ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് ധാരാളം നല്ല കണ്ടൻറ്റൊക്കെ റെഡിയാക്കിയിട്ട് നല്ല തമ്പനെയിലൂടെയൊക്കെ കൂടെ അപ്ലോഡ് ചെയ്യും. കുറച്ച് നോക്കുമ്പോഴേക്കും അവർക്ക് ഈ ഇൻസ്റ്റൻറ്റ് ഫുഡ് പോലെയൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു റിസൾട്ട് കിട്ടണം. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ണ് മൂടി തുറക്കുന്ന സ്പീഡിലൊന്നും യൂട്യൂബിൽ നടക്കില്ല. പക്ഷേ ചില ഭാഗ്യശാലികൾ നടക്കുന്നവരുണ്ട്. എല്ലാവർക്കും അങ്ങനെ ലോട്ടറി കിട്ടണം എന്നുള്ള ഭാഗ്യം കിട്ടില്ലല്ലോ അല്ലേ? കഠിനാധ്വാനം കൊണ്ട് നല്ല രീതിയിൽ എത്തിയിട്ടുള്ള ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അവരെ ഒരു മാതൃകയാക്കി കണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മുമ്പോട്ട് പോവുക. അതുപോലെ നേരായ വഴിയിലല്ലാതെ ഇന്നത്തെ കാലത്തിൽ യൂട്യൂബിൽ കുറുക്ക് വഴിയിൽ ഒന്നും നടക്കില്ല. ഓരോന്നൊക്കെ ചെയ്ത് കുഴിയിൽ ചെന്ന് ചാടി അവസാനം നമ്മൾ കഷ്ടപ്പെട്ട അത്രയും വെറുതെ വേസ്റ്റായി പോകുന്നല്ലാതെ
നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും വ്യൂസ് കൊണ്ടുവരാനോ വാച്ച് അവേഴ്സ് കൂട്ടാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവസാനം വന്നിട്ട് യൂട്യൂബ് അത് പിടിക്കുന്നുണ്ട്. അൽഗോരിതം ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മുടെ കളികളൊന്നും യൂട്യൂബിൻ്റെ അടുത്ത് ചിലവാകില്ല. നേരെ ചൊവ്വേ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് റെഡിയാക്കി തയ്യാറാക്കി അപ്ലോഡ് ചെയ്ത് മുമ്പോട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇട്ട് പോയാൽ മാത്രം നമ്മൾക്ക് കുറച്ച് കാലങ്ങൾക്കകം വിജയിക്കാം, ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം, നല്ല റീച്ചിലെത്തും. അതിന് നമ്മൾ മടിയില്ലാതെ പ്രവർത്തിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒരുപാട് പേരെ ഇപ്പോൾ കാണാറില്ല. അപ്പോൾ ഞാനിപ്പം സ്ഥലത്തില്ല, പുറത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വീഡിയോസൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ സിങ്ക്രണൈസേഷൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുക. കാരണം എൻ്റെയും ഉദ്ദേശം കൺസിസ്റ്റൻ്റായിട്ട് മുടക്കാതെ വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ എനിക്ക് തിരക്ക് കാരണം വീഡിയോസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വോയിസ് ഓവറെങ്കിലും ചെയ്തിട്ട് ഞാൻ കൃത്യസമയത്ത് തന്നെ വീഡിയോസ് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്നെയും പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിൽക്കുകയും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം അനിയത്തിമാരും സഹോദരിമാരും ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ളത് വാക്കുകൾ കിട്ടാറില്ല. അപ്പോൾ അത്രയ്ക്കും നിഷ്കളങ്കമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹിക്കുന്ന ധാരാളം പേര് എനിക്ക് എൻ്റെ ഫാമിലിയിലുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസിൽ ഞാൻ നിങ്ങളെ കാണാൻ വരാം. അതുകൊണ്ട് നിങ്ങളും ഞാൻ ഒരു ചില ദിവസങ്ങളിൽ എനിക്ക് ലോങ് വീഡിയോസ് ഇടാനായിട്ട് സാധിക്കില്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. പലർക്കും അത് അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഷോർട്സിൻ്റെ സെക്ഷനിൽ കൂടെ ഒന്ന് നിങ്ങൾ ലോങ് വീഡിയോസ് വരാത്ത ദിവസം ചെന്ന് നോക്കുക. ഞാൻ കഴിയുന്നത് ലോങ് വീഡിയോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇടാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഓർഗാനിക് വഴിയിൽ കൂടെ തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് തികയ്ക്കാൻ സഹായിച്ച കാരണം നിങ്ങളെയൊക്കെ കൊണ്ട് മാത്രമാണ് എനിക്ക് 1000 സബ് തികയ്ക്കാനായിട്ട് കഴിഞ്ഞത്. ഈ ചാനൽ തുടങ്ങിയിട്ട് കഷ്ടിച്ചൊരു 2-2.5 മാസത്തോളമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് തന്നെ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചേരുക, അതിനുള്ള ഭാഗ്യം കിട്ടുന്നത് നിങ്ങളെ കൊണ്ട് മാത്രമാണ്. അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നിലയിലെങ്കിലും എത്തിച്ചേരാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതുപോലെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് നിർത്തുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും ബൈ.